മരിക്കാതിരിക്കാൻ മരുന്നുണ്ട് കേട്ടോ. മരിക്കാതിരിക്കാൻ മരുന്നുണ്ട് കേട്ടോ. മരിക്കാതിരിക്കണേൽ ജനിക്കാതിരിക്കണം. ഇത്രയും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ റൈറ്റർ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് അബ്രഹാം മെത്രാപ്പൊലീത്ത, ഡോക്ടർ ഐസക് മാർ ഫീലിക്സ്നോസ് എപ്പിസ്കോപ്പ, ഡോക്ടർ തോമസ് മോർ തീത്തോസ് എപ്പിസ്കോപ്പ, വൈസ് പ്രസിഡന്റ് റവറൻ ഡോക്ടർ എബ്രഹാം സി പുളിത്തട്ട, ജനറൽ സെക്രട്ടറി റവറൻ ബിനോയ് ഡാനിയൽ, സ്വാഗതം പറഞ്ഞ സി എ ലിബിൻ, മറ്റ് യുവജന സഖ്യം ഭാരവാഹികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ലോകമെമ്പാടും ഇരുന്ന് ഈ സമ്മേളനം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ, ഞാൻ നിർബന്ധിച്ച് കൈയടിക്കാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന എൻ്റെ സഹപാഠികളെ, ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുവിനെ നിങ്ങളിത്ര ഗൗരവത്തിലിരിക്കില്ല, എനിക്ക് പേടി വരുന്നു. ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എല്ലാവരും ഭയങ്കരമായ സുവിശേഷമായതുകൊണ്ടാണോ? സുവിശേഷം പോലെ ഇത്രയും രസകരമായ ഒരു കാര്യമുണ്ടോ കേൾക്കാൻ? പ്രത്യേകിച്ച് ഞാൻ ബൈബിളിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് സന്തോഷത്തോടുകൂടി ഇരിക്കുക. ബൈബിൾ കേൾക്കുമ്പോഴാണല്ലോ ഒരു വിഷമം നമുക്കുള്ളത്. നിങ്ങളെല്ലാവരും സന്തോഷത്തോടുകൂടി ഇരിക്കുക, ചിരിച്ചിരിക്കുക, വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുക. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ചില കാര്യങ്ങൾ, എൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അതൊക്കെ ഞാൻ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾക്കറിയുന്നതിൽ കൂടുതലൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. ശ്രീനാരായണ ഗുരുവിനെ ക്രിസ്ത്യാനിയാക്കാൻ ഒരു വിദേശ പാതിരി വന്നു. എന്നിട്ട് പറഞ്ഞു, സ്വാമി ക്രിസ്തു മതത്തിൽ ചേരണം. അപ്പോൾ ഗുരു ചോദിച്ചു, എന്തിനാണ് നിങ്ങളുടെ വിശ്വാസത്തിൽ ചേരണം അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിക്കണം എന്ന് ആവശ്യപ്പെടുന്നത്? അപ്പോൾ പാതിരി പറഞ്ഞു, യേശു ക്രിസ്തു മനുഷ്യരുടെ പാപമോചനത്തിനായി ജനിച്ചു എന്ന് വിശ്വസിക്കണം. അപ്പോൾ ഗുരു ചോദിച്ചു, അപ്പോൾ യേശു ജനിച്ചതോടുകൂടി ജനങ്ങളുടെ പാപമെല്ലാം പോയിരിക്കുമല്ലോ, അതുകൊണ്ട് എല്ലാവരുടെയും പാപമോചനം അന്നു തന്നെ കഴിഞ്ഞു അല്ലേ? അപ്പോൾ സാഹിബ് പറഞ്ഞു, അതെ. അപ്പോൾ വീണ്ടും ഗുരു ചോദിച്ചു, ഇനി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്താ, ക്രിസ്ത്യാനി ആയില്ലെങ്കിലും ഇല്ലെങ്കിലും എന്താ, എല്ലാവരുടെയും പാപമോക്ഷം നടന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ പാതിരിക്ക് വീണ്ടും സംശയം, അങ്ങനെയല്ല, ക്രിസ്തുവിൽ നിങ്ങൾ ജ്ഞാനസ്നാനം ചെയ്യാത്തവരുടെ പാപമൊന്നും മോചിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഗുരു വീണ്ടും ചോദിച്ചു, അപ്പോൾ നിങ്ങൾ പറയുന്നത് യേശു ജനിച്ചതുകൊണ്ട് കുറച്ചു പേർക്ക് മാത്രം മോക്ഷം കിട്ടി എന്നാണ്? പാതിരി പറഞ്ഞു, അങ്ങനെയല്ല, ക്രിസ്തു ജനിച്ചതുകൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു, അത് അടിസ്ഥാന തത്വമാണ്, അതാണ് നമ്മുടെ തുറുപ്പുകുലാൻ. ഗുരു പറഞ്ഞു, അപ്പോൾ ഇനി രക്ഷപ്പെടാൻ ബാക്കി ആരും ഇല്ലയോ? പാതിരി പറഞ്ഞു, ഇല്ല. എന്നാൽ എല്ലാവരും പണ്ടേ രക്ഷപ്പെട്ടല്ലോ, പിന്നെ ഞാനെന്തിനാണ് എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുന്നത്? ഞാൻ ഗുരുവല്ലേ, ഇത് രക്ഷപ്പെടേണ്ട കാര്യമില്ലല്ലോ. പാതിരി പറഞ്ഞു, അങ്ങനെയല്ല, വിശ്വസിച്ചാലേ രക്ഷയുള്ളൂ. ഗുരു അപ്പോൾ പറഞ്ഞു, യേശുവിൻ്റെ ജനനം കൊണ്ട് ഇനി വിശ്വസിക്കാനുള്ളവർ ഒഴിച്ച് ബാക്കിയുള്ളവരാണ് രക്ഷപ്പെട്ടത്, എല്ലാവരും രക്ഷിക്കപ്പെട്ടിട്ടില്ല അല്ലേ? പാതിരി ആകെ കൺഫ്യൂഷനായി. അങ്ങനെയല്ല, യേശുവിൻ്റെ ജനനം കൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു. ഈ ഒരു പ്രശ്നമാണ് നമ്മളെപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതൽ? എന്താണ് നമ്മുടെ സ്വത്വം? നമുക്കിതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് യാതൊരുവിധ കൃത്യമായ ധാരണകളില്ല എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പ്രശ്നം. അപ്പോൾ ഈ ധാരണ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. സത്യത്തിൽ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ സ്വത്വ പ്രതിസന്ധി എന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ പ്രതിസന്ധി ഒന്നുമില്ല. ആ പുള്ളിക്കാരന് ഒരു പ്രതിസന്ധിയില്ല. ആർക്ക്? ദൈവം തമ്പുരാന് ഒരു പ്രതിസന്ധിയില്ല. നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കുന്ന ചില പ്രതിസന്ധികൾ മാത്രമാണ് ഉള്ളത്. നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ പേരിലാണ് ജീവിക്കുന്നത്. എന്താ പ്രശ്നം? നമ്മൾ അദ്ദേഹത്തിൻ്റെ വേരിലല്ല ജീവിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ വേരിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. ഈ വേര് തേടലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. മുല്ല നസറുദ്ദീനോട് ഒരിക്കലൊരു പണ്ഡിതന് രോഗശയ്യയിൽ കിടക്കുകയാണ്. പല ചികിത്സകൾ പരീക്ഷിച്ചിട്ടും രക്ഷയില്ല. അപ്പോൾ പണ്ഡിതനോട് ഒരാൾ വന്ന് പറഞ്ഞു, മുല്ല നസറുദ്ദീനെ വിളിച്ചാൽ അദ്ദേഹം ഭയങ്കര ദൈവിക മനുഷ്യനാണ്, അദ്ദേഹം പ്രാർത്ഥിച്ചാൽ ഈ രോഗമെല്ലാം പെട്ടെന്ന് മാറും.
അപ്പോൾ ഈ പണ്ഡിതൻ പറഞ്ഞു, എന്നാൽ വരട്ടെ, മുല്ല നസറുദ്ദീൻ വരട്ടെ. മുല്ല നസറുദ്ദീൻ വന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞു, ദൈവമേ, ഇദ്ദേഹത്തിൻ്റെ രോഗം മാറ്റിക്കൊടുക്കണമേ. അടുത്ത വരി, പിശാചേ, ഇദ്ദേഹത്തിൻ്റെ രോഗം മാറ്റിക്കൊടുക്കണമേ. നമുക്ക് ഈ ഒരു കൺഫ്യൂഷൻ എല്ലാ കാലത്തുമുണ്ട്. എത്തരത്തിലാണ് നമ്മൾ ഈ സ്വത്വത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ കൃത്യമായി ഈ സ്വത്വം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കപ്പെടുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 5-ാം വാക്യമുണ്ട്. മുന്തിരിച്ചെടിയല്ലോ ഞാൻ, നിങ്ങളതിൻ ശാഖകളും, നിങ്ങളെന്നിൽ വസിക്കുകിൽ പൂത്തു തളിർക്കും. 90 പേര് പാടിയ പാട്ടിനോട് എന്നെ ഉപമിക്കരുത്, ഇതെൻ്റെ പാട്ടാണ്. ഈ വസിക്കലുണ്ടല്ലോ, എന്നോടുകൂടി വസിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ വസിക്കാൻ നമ്മൾക്ക് എത്രമാത്രം കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് സ്വത്വം ഇരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെയോടൊപ്പമാണോ വസിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ വസിക്കുകിൽ എന്നാണെങ്കിൽ ശക്തി പ്രകടനം നടത്തിയാൽ വസിക്കുമോ? കൂറ്റൻ കോടികൾ മുടക്കി പള്ളികൾ പണിതാൽ അവിടെ വസിക്കുമോ നമ്മൾ? അപ്പം എവിടെയാണ് വസിക്കേണ്ടത് എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയും ആത്മാവിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണമാണ്. ആ അന്വേഷണമാണ് യഥാർത്ഥത്തിൽ മാരാമണ്ണിൽ നടക്കുന്നത് എന്നാണ് ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. കുട്ടിക്കാലം മുതലേ ഈ മാരാമൺ കൺവെൻഷനിലെ വാർത്തകൾ വായിക്കുകയും അത്തരത്തിൽ എന്നെങ്കിലും ഒരിക്കൽ ഇവിടെ വരണം എന്ന് പ്രസംഗിക്കാനല്ല, കാണാൻ വരണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷെ ആദ്യമായി വരുന്നത് നിങ്ങളെക്കൊണ്ടൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതിൽ ഒരുപാട് അഭിമാനമുണ്ട്. മാവുണങ്ങിയാൽ താനും ഉണങ്ങുമെന്ന് ഇത്തിക്കണ്ണിക്ക് പോലും അറിയാം, പക്ഷെ നമുക്കറിയില്ല. യേശുവിൻ്റെ അടയാളങ്ങളിൽ നമ്മൾ ജീവിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഉണങ്ങിപ്പോകുമെന്ന് നമുക്ക് മാത്രം മനസ്സിലാകുന്നില്ല. എന്താണ് യഥാർത്ഥത്തിൽ ഈ പ്രധാന ചോദ്യം എവിടെയാണെന്നറിയുമോ? എന്താണ് ജീവിതം? ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മുന്നിലുള്ള ജീവിതം എന്താണ്? ഒരിക്കൽ ഒരു പേർഷ്യൻ ചക്രവർത്തിക്ക് ഒരു പൂതി തോന്നി, ജീവിതത്തെ ഒന്ന് നിർവചിക്കണം. അദ്ദേഹം പണ്ഡിതരെയും ദാർശനികരെയും ഒക്കെ തൻ്റെ രാജസദസ്സിൽ വിളിച്ചു വരുത്തി. ലോകത്ത് കിട്ടാവുന്നതിൽ അത്രയും ഏറ്റവും അധികം പുസ്തകങ്ങൾ രാജസദസ്സിൽ കൊണ്ടുവന്നു. എല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങൾ ജീവിതം എന്താണ് എന്നൊരു പുസ്തകം എഴുതണം. 10 വർഷം കൊണ്ട് ഈ ദാർശനികരെല്ലാവരും ചേർന്ന് ഒരു പുസ്തകം എഴുതി. ഇദ്ദേഹം കണ്ടിട്ട് പറഞ്ഞു, പോരാ, ഒരു വാചകത്തിൽ നിങ്ങൾ ജീവിതത്തെ ഒതുക്കണം. പിന്നെയും അന്വേഷണമായി. അങ്ങനെ ഒരിക്കൽ കുറേ നാളുകൾ കൂടി കഴിഞ്ഞപ്പോൾ ഒരൊറ്റ വാചകത്തിൽ ജീവിതത്തെ അവർ നിർവചിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഈ രാജാവ് പറഞ്ഞു, പേർഷ്യൻ ചക്രവർത്തി പറഞ്ഞു, പോരാ, ഒറ്റ വാക്കിൽ നിങ്ങൾ ജീവിതത്തെ ഒതുക്കണം. വീണ്ടും ഇവർ ഇരുന്നു, അന്വേഷിച്ചു. ഒടുവിൽ അവർ ഒരു വാക്കിലെത്തി. ജീവിതം എന്ന് പറയുന്നത് അതിജീവനമാണ് എന്നവർ തിരിച്ചറിഞ്ഞു. സർവൈവലാണ് ജീവിതം. ഈ സർവൈവലിന് എവിടെ പോകണം നമ്മൾ? ഈ സർവൈവലിന് വേണ്ടിയിട്ടാണ്, ഈ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ഉണ്ടാകുന്ന ഈ സർവൈവലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെടാപ്പാടെല്ലാം പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ സർവൈവലിനെ നിങ്ങൾ ഏതർത്ഥത്തിലാണ് ജീവിതത്തിലേക്ക് എടുക്കുന്നത് എന്നുള്ള നമ്മളുടേതായ മറ്റ് നമ്മളുടെ പള്ളി അല്ലെങ്കിൽ പ്രാർത്ഥന, നിത്യേനയുള്ള പ്രാർത്ഥന, ഇത്തരത്തിലുള്ള പ്രകടനാത്മകമായ കാര്യങ്ങൾക്കപ്പുറത്ത് നിങ്ങൾ നിങ്ങളുടെ അതിജീവനത്തെ യേശുവിലേക്കാണോ കൊണ്ടുവരുന്നത്, അതിൻ്റെ അടിത്തട്ടിലേക്കാണോ കൊണ്ടുവരുന്നത് എന്നതാണ് പ്രശ്നം. അവിടെയാണ് അതിജീവനം നടക്കുക. ഈ അതിജീവനമാണ് ഈ മണൽപ്പുറത്ത് നിന്ന് നീരുറവയായി ഉറവ പൊട്ടി മറ്റ് സമൂഹത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത്, അല്ലെങ്കിൽ ഒഴുകി പരക്കുന്നത്. ആ അതിജീവനത്തെ നിങ്ങൾ ഇവിടെ നിന്ന് നേടുന്നില്ലെങ്കിൽ, ഓരോ വർഷവും നടക്കുന്ന ഈ മാരാമൺ കൺവെൻഷനിലൂടെ നമ്മൾ നവീകരിക്കപ്പെടുക, അതിജീവിക്കുക നടക്കുന്നില്ലെങ്കിൽ വലിയ പ്രശ്നം കേട്ടോ. പിന്നെ ഇതിനൊരർത്ഥവുമില്ല. നമ്മൾ ഈ യുവാക്കളാണ് എന്ന് നമ്മൾ യുവത്വത്തിൻ്റെ എല്ലാം ആസ്വദിക്കുകയും യഥാർത്ഥത്തിൽ ആസ്വദിക്കേണ്ട ദൈവിക ചിന്തയിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ള സർവൈവലാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്? ഒരു മതപഠന ക്ലാസ്സിൽ ഒരു തർക്കമുണ്ടായി.
യേശു കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ? ക്ലാസ്സിലെ ഭൂരിപക്ഷം പിള്ളേരും വെളുത്തവരായിരുന്നു. എല്ലാവരും കൂടെ പറഞ്ഞു യേശു വെളുത്തതാണ്. അപ്പോൾ ഒരു കറുത്ത പയ്യൻ അവിടെ, കറുത്ത നിറത്തിലുള്ള ക്ലാസ് മുറിയിലെ ആ പയ്യൻ കരഞ്ഞുകൊണ്ട് അധ്യാപകൻ്റെ അടുത്ത് ചെന്നു. അധ്യാപകൻ എന്നോട് ചോദിച്ചു, മാഷേ, യേശു കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ? അധ്യാപകൻ പറഞ്ഞു, നിനക്കെന്താ തോന്നുന്നേ? യേശു കറുത്തിട്ടാ. അധ്യാപകൻ പറഞ്ഞു, എന്നാൽ യേശു കറുത്തതാ. ഇതാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ അതിജീവിക്കുന്നത്. ഇത്തരത്തിലുള്ള നമ്മുടെ സംശയങ്ങൾ, നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇത്തരത്തിൽ നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായ സംശയങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം IAS ഓഫീസറും അതിൻ്റെ തലേ ദിവസം പിതാവുമൊക്കെ പറഞ്ഞു. ഇത്തരത്തിലുള്ളൊരു തിരിച്ചറിവ് നമുക്ക്, നമ്മുടെ എല്ലാവരുടെയും വീടുകളുടെ പുതിയ ഫാഷനാണല്ലോ, വീടുകളുടെ മുന്നിൽ യേശു ഈ വീടിൻ്റെ നാഥൻ. എന്നിട്ട് അതിനകത്തിരിക്കുന്നവർ പുറത്തേക്ക് വരുന്നതെല്ലാം പിശാചുക്കളും. യേശു പറഞ്ഞ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് നിങ്ങൾക്കറിയോ? യേശുവാണ് ഏറ്റവും നല്ല തമാശ പറഞ്ഞ ലോകത്ത്. എന്താ അത്? യേശു പറഞ്ഞ തമാശകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തമാശ എന്ന് പറയുന്നത്, നിന്റെ അകത്തേക്ക് പോകുന്നതല്ല, നിന്റെ പുറത്തേക്ക് വരുന്നതാ പ്രധാനം. എന്തെല്ലാം അർത്ഥങ്ങളാണ് നമ്മൾ ഈ ഓരോ വാചകത്തിലും അദ്ദേഹം, ഈ മതപരിവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ മതപരിവർത്തനം വ്യാപകമായി നടന്നിരുന്നൊരു കാലത്ത്, ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചി നിയമസഭയിൽ ഇത് സംബന്ധിച്ചൊരു തർക്കമുണ്ടായി. അപ്പോൾ അവിടുത്തെ ഒരു MLA ഒരു കഥ പറഞ്ഞു, കഥയല്ല, ഒരു സത്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വെണ്ടുരുത്തിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തോപ്പുംപടിയിലുള്ള സ്ഥലമാണ്, വെണ്ടുരുത്തിയിൽ ഒരു വള്ളോനെ ക്രിസ്ത്യാനിയാക്കി. എന്നിട്ട് ഈ ക്രിസ്ത്യാനിയാക്കുന്ന പ്രമാണിമാരിലുണ്ടല്ലോ, ആ പ്രമാണിമാരെല്ലാം കൂടെ അയാൾക്ക് ദേവസി എന്ന് പേര് കൊടുത്തു. വലിയ സന്തോഷമായിപ്പോയി. പേര് എല്ലാവരും വള്ളോനെന്നും ജാതിപ്പേരൊക്കെ വിളിച്ചിരുന്ന കാലത്ത് ദേവസി. പക്ഷെ എന്തു പറ്റിയെന്നറിയാവോ? ഈ പേര് കൊടുത്ത മഹാന്മാരില്ലേ, അവർ തന്നെ പുള്ളിയെ വിളിക്കാൻ തുടങ്ങി വള്ളോൻ ദേവസി. ഏത് സ്വത്വത്തെ നമ്മൾ തേടുന്നത്? ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? സകല ചുങ്കക്കാരുടെ, വേശ്യകളുടെ, അധസ്ഥിതരുടെ ഒരു കർത്താവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വള്ളോൻ ദേവസി പക്ഷേ വിട്ടുകൊടുത്തില്ല, കുറച്ചൊക്കെ സഹിച്ചു ഈ വള്ളോൻ ദേവസി വിളി. ഒരു ദിവസം ഈ പ്രമാണിമാരുടെ അടുക്കൽ ഈ ദേവസി വന്ന് വെന്തിങ്ങ ഇടുമല്ലോ, ഈ മതം മാറ്റം വിടുന്ന ആ വെന്തിങ്ങ അങ്ങ് ഊരി പ്രമാണിമാരുടെ മുന്നിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, ദേ ഇരിക്കുന്നു നിങ്ങളുടെ ദേവസി, വള്ളം പോണു. അത്രേ ഉള്ളൂ. അത്തരത്തിൽ നമ്മൾ നമ്മുടെ ആളുകളെ ഇങ്ങനെ ഓരോ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള വീണ്ടും പ്രശ്നം ഉദിക്കുക. നമുക്കത്തരത്തിൽ ഞാൻ ഈ അടുത്ത ഒരു ഉള്ളെഴുത്തുകൾ എന്ന് പറയുന്നൊരു പുസ്തകം വായിച്ചു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മാർത്തോമ സഭയിലെ 3 പ്രമുഖരായ ആളുകൾ, ഒന്ന് നമ്മുടെ മോത്തിവർക്കി അച്ഛനാണ്, പിന്നെ ജോർജ് സക്കറിയ, ഷിജു സാംവർഗീസ് എന്നിവർ ചേർന്ന് എഴുതിയ പുസ്തകമാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളും യുവാക്കളും അധ്യാപകരുമൊക്കെ ഒന്ന് വാങ്ങി വായിക്കേണ്ടതാണ്. ഏതാണ്ട് 78 പേർ നമ്മുടെ ഇക്കാലത്ത് ന്യൂജൻ ഇക്കാലത്ത് യുവാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന സകലമാന സംശയങ്ങൾക്കും കത്തുകളിലൂടെ മറുപടി നൽകുന്ന മനോഹരമായ ഒരു പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകത്തിൽ സക്കറിയ മാർ സേവേറിയോസ് പിതാവിൻ്റെ കത്ത് ക്രിസ്തുവിനെ അനുഗമിച്ച് അവനെ അനുകരിക്കുന്നതിനെ കുറിച്ചാണ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി കുരിശിലെ മരണത്തോളം അനുസരണയുള്ളവനായി ഇറങ്ങി വന്നവൻ്റെ താഴ്മയിലേക്കാണ് നാം അനുരൂപപ്പെടുന്നത് എന്നാണ് അദ്ദേഹം അതിൽ പറയുന്നത്. ഇവിടെയാണ് നമ്മൾ സ്വത്വാന്വേഷികൾ. ഇത് അച്ഛൻ എത്ര മണി? 5:30 വരെ. ഞാൻ വേറൊരു സ്ഥലത്ത് നിന്ന് എത്ര സമയം വരെ പ്രസംഗിക്കാമെന്ന് ചോദിച്ചപ്പോഴേ പുറകിൽ നിന്ന് ഒരാൾ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, സാറിന് എത്ര സമയം വരെ വേണേലും പ്രസംഗിക്കാം, പക്ഷേ 20 മിനിറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ പോവും. അപ്പോൾ അത് പറ്റില്ല, നമുക്ക് ഒരുമിച്ച് പോവാം.
അപ്പം ഞാൻ ആരെന്നും എന്തെന്നും എങ്ങനെയെന്നും അറിയാൻ എൻ്റെ സ്വത്വത്തെ അറിയണം. അപ്പോഴേ നമ്മൾ അറിയുക. എൻ്റെ സ്വത്വം, നിങ്ങൾ കാണുന്ന ഏത് സ്വത്വമാണ് നിങ്ങളുടെ സ്വത്വം, അത് യേശു ആണെങ്കിൽ അത് എന്താണ്, എങ്ങനെയാണ്, ആരാണ് എന്ന് നമ്മൾ ആദ്യം അറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഒരു പ്രാവിൻ്റെയും കുഞ്ഞുങ്ങളുടെയും കഥയുണ്ട്. പ്രാവിൻ്റെ കുഞ്ഞു പ്രാവുകൾ വന്നിട്ട് അമ്മ പ്രാവിനോട് ചോദിച്ചു, നമ്മൾ പള്ളിയിലും അമ്പലത്തിലും മോസ്കിലുമൊക്കെ കൂട് കൂട്ടാറുണ്ട്. എല്ലായിടത്തും നമ്മളെ പ്രാവുകളായിട്ടാണ് ആളുകൾ കാണുന്നത്. പക്ഷേ ഈ അമ്പലത്തിലും പള്ളിയിലും മോസ്കിലും എത്തുന്ന മനുഷ്യർ മാത്രം എങ്ങനെയാണ് ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുക്കളുമാകുന്നത്? അമ്മപ്രാവിൻ്റെ ഒരു മറുപടിയുണ്ട്. അതുകൊണ്ടാണ് മക്കളെ നമ്മൾ മുകളിലിരിക്കുന്നതും ഇവർ താഴെ ഇരിക്കുന്നതും. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് വേണ്ടി സഹിച്ച് ഉയർത്തെഴുന്നേറ്റവൻ്റെ ആളുകളാണ് അതെന്ന് വിശ്വസിക്കുന്ന നമ്മൾക്ക് ഈ ഉയരങ്ങളിലേക്ക് വളരാനാവുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അവിടെയാണ് നമ്മുടെ തിരുത്തലുകൾ, അതിജീവനം എന്ന് നമ്മൾ പറയുന്നത്. സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന കവി നിശബ്ദതയുടെ പ്രകാശങ്ങൾ എന്ന് പറയുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട്. അതിലൊരു വരിയുണ്ട്: ദൈവത്തിൻ്റെ ചിറകടിയാണ് ആത്മാവ്, പ്രാർത്ഥനയിൽ മൊരിഞ്ഞ് മനുഷ്യനാകുക. പ്രാർത്ഥനയിൽ മൊരിഞ്ഞ് മനുഷ്യനാകുക. നമ്മൾ ദൈവത്തെ ഓർത്താണോ മനുഷ്യരെ ഓർത്താണോ ജീവിക്കേണ്ടത്? ദൈവത്തെ ഓർത്താണോ മനുഷ്യരെ ഓർത്താണോ നമ്മൾ ജീവിക്കേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്? ഇവിടെ ഇരിക്കുന്നുണ്ട്, മാരാമൺ കൺവെൻഷനിൽ ഇരിക്കുന്നുണ്ട്, ചിലപ്പോൾ എല്ലാവരും പറയും ദൈവത്തെ ഓർത്താണ് ജീവിക്കേണ്ടത്. ആണോ? ക്രിസോസ്റ്റം തിരുമേനി ഒരു ദിവസം, ക്രിസോസ്റ്റം തിരുമേനിയായിട്ട് എനിക്കൊരു ചെറിയ വ്യക്തിബന്ധമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കേരളത്തിൽ ഏതെങ്കിലും ഒരു ബിഷപ്പിന് പ്രതിമ എന്തെങ്കിലും ഉയരുമെങ്കിൽ അത് ക്രിസോസ്റ്റം തിരുമേനിയുടെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ക്രിസോസ്റ്റം തിരുമേനി ഒരു പ്രായമായവരുടെ സദനത്തിൽ പോയി. അപ്പോൾ എല്ലാ അമ്മച്ചിമാരും അപ്പച്ചന്മാരോടൊക്കെ സംസാരിച്ചുകൊണ്ട് ഇതിലേക്ക് ഒരു അമ്മച്ചി വന്ന് പറഞ്ഞു, എങ്ങനെയുണ്ട് അമ്മച്ചി, വിശേഷം എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു 90 വയസ്സുള്ള അമ്മച്ചിയാണ്. അപ്പോൾ 99 വയസ്സുണ്ട് ക്രിസോസ്റ്റം തിരുമേനിക്ക്. അമ്മച്ചി പറഞ്ഞു, ഓ എന്നാ തിരുമേനി, ഞാനിങ്ങനെ ദൈവത്തെ ഓർത്ത് ജീവിക്കുക. അപ്പോൾ ക്രിസോസ്റ്റം തിരുമേനിയുടെ മറുപടി, 99 വയസ്സുണ്ട്, ഇത് 90 ഉള്ളൂ. ഓ ഞാനാണെങ്കിൽ മനുഷ്യരെ ഓർത്താണ് ജീവിക്കുന്നത്. ഈ മനുഷ്യരെ ഓർത്ത് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള, ശരിക്കു പറഞ്ഞാൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. പാപം എന്നാൽ എന്താണ്? വലിയ ചോദ്യമാണ് നമുക്ക് മുൻപിലുള്ള. പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഞാൻ ചെയ്യുന്നത് എന്താണ് ഇതിൽ പാപം? പാപം ഒന്നേ ഉള്ളൂ എന്നാ പറയാ. ദരിദ്രരുടെ സുവിശേഷമായ യേശു പറയുന്നു, പാപം എന്ന് പറയുന്നത് ദരിദ്രനോട് പുലർത്തുന്ന നിസ്സംഗതയാണ്. ദരിദ്രനോട് പുലർത്തുന്ന നിസ്സംഗതയാണ് പാപമെങ്കിൽ ആ പാപം ചെയ്യാത്ത നമ്മൾ എത്ര പേരുണ്ട് എന്നുള്ള വലിയ ആത്മപരിശോധന നമുക്ക് നടത്തേണ്ടി വരും. ഈ നിസ്സംഗത നമ്മൾ എവിടെ വരെയാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്? കൽപ്പന നാരായണൻ ടച്ച് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ, മനോഹരമായ 2-3 വരികൾ അതിൻ്റെ അകത്തുണ്ട്. ക്രിസ്തുവിനെ കുറിച്ചാണ്. എൻ്റെ ക്രിസ്തു അത്ഭുതം കാട്ടിയ ക്രിസ്തുവല്ല, ആവശ്യത്തിലധികം സഹിച്ച ക്രിസ്തുവാണ്. എൻ്റെ ക്രിസ്തു അത്ഭുതം കാട്ടിയ ക്രിസ്തുവല്ല, ആവശ്യത്തിലധികം സഹിച്ച ക്രിസ്തുവാണ്. നമ്മൾ അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥനകളൊക്കെ നടത്തുന്നത്. കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ആവശ്യത്തിലധികം സഹിച്ച ക്രിസ്തുവിനെ കണ്ടെത്തുന്ന എത്ര പേരാണ്? എൻ്റെ ജീവിതത്തിൽ അത് എത്ര പേരെയാണ്? ടോൾസ്റ്റോയുടെ ഒരു പുസ്തകമുണ്ട്, ദി ഗോസ്പൽ ഇൻ ബ്രീഫ്, ദി ലൈഫ് ഓഫ് ജീസസ് എന്ന് പറയുന്ന പുസ്തകമാണ്. അതിൽ ടോൾസ്റ്റോയ് പറയുന്ന വാചകം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നത്, വെളിച്ചത്തിൻ്റെ സ്രോതസ് തേടി ഇറങ്ങിയ എനിക്ക് ഒടുവിൽ ഞാൻ യേശുവിലെത്തുന്നു. ദൈവമായ യേശുവിനെയല്ല, മനുഷ്യ നന്മയുടെ പ്രതീകമായ യേശുവിനെയാണ് അദ്ദേഹം കണ്ടെത്തുന്നത്.
ക്രിസ്തുമതത്തെ ഒരു വെളിപാടായോ ചരിത്രത്തിൽ സംഭവിച്ച ഒരു വികാസമായോ അല്ല, മറിച്ച് ജീവിതത്തിന് അർത്ഥം നൽകുന്ന ഒരു സിദ്ധാന്തമായാണ് ഞാൻ കാണുന്നത്. ജീവിതത്തിന് അർത്ഥം നൽകുന്ന ഒരു സിദ്ധാന്തമായാണ് ഞാൻ കാണുന്നത്. വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ജീവിതത്തിൻ്റെ മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ ഓരോ മനുഷ്യനും യേശുവിനെ കണ്ടെത്തിയ മാർഗങ്ങൾ, യേശുവിനെ കണ്ടെത്തിയ രീതികൾ, യേശുവിനിൽ കണ്ടെത്തിയ നന്മകൾ ഒക്കെ വളരെ വ്യത്യസ്തമാണ്. അത്തരം വ്യത്യസ്തതകൾ എൻ്റെ ജീവിതത്തിൽ യേശു എന്നുള്ള നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടോ എന്നതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഈ കൺവെൻഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. വെറുതെ പ്രസംഗങ്ങൾ കേൾക്കുക മാത്രമല്ല, അതിനോടൊപ്പം ഞാൻ എവിടെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു അന്വേഷണം നമ്മൾ നടത്തേണ്ടതല്ലേ. നിങ്ങൾ മനുഷ്യനാണോ എന്ന് പഠിക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട്. എന്താണെന്ന് നിങ്ങൾക്കറിയോ? നമ്മളൊക്കെ മനുഷ്യരാണോ എന്നറിയാൻ വളരെ എളുപ്പമായ ഒരു മാർഗമുണ്ട്. നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നത് എങ്ങനെയാണ് എന്നാലോചിച്ചാൽ മതി. നമ്മൾ മനുഷ്യരാണോ എന്ന് പെട്ടെന്നറിയാം എന്നാ പറയാം. നമ്മൾ ആവശ്യമുള്ള ഒരു സാധനവുമായിട്ടല്ലല്ലോ തിരിച്ചു വരുന്നത്. വാങ്ങാൻ പോയതൊന്നും നമ്മൾ വാങ്ങാറില്ല. വാങ്ങാൻ ആലോചിച്ച് എഴുതി കൊണ്ടുപോയതെല്ലാം നമ്മൾ മറന്നു പോകും. അതാണ് സൂപ്പർ മാർക്കറ്റുകളുടെ വിജയവും. സോക്രട്ടീസിൽ ഒരിക്കൽ ഒരു കടയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കുറേ നേരമായി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക എല്ലാം. അപ്പം കട ഉടമ വന്നിട്ട് ചോദിച്ചു അത്രേ, എടോ താൻ എന്തോ ഇവിടെ നോക്കിക്കൊണ്ട് ഞാൻ കുറേ നേരമായല്ലോ. സോക്രട്ടീസിൻ്റെ മറുപടി, എനിക്ക് ആവശ്യമില്ലാത്ത എന്തെല്ലാം സാധനങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് അന്വേഷിക്കുകയായിരുന്നു. എനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്തുവാണ് നമ്മൾ, എവിടേക്കാണ് നമ്മൾ, ഏത് തരത്തിലാണ് നമ്മൾ യേശുവിൻ്റെ സ്വത്വത്തെ മനസ്സിലാക്കുക? ചുറ്റുപാടും നമ്മൾ നോക്കിയിട്ടാണോ കാര്യങ്ങളെ നമ്മൾ കാണുന്നത്? കുഞ്ഞുണ്ണി മാഷ് പറയുന്ന ഒരു കാര്യം യുവാക്കൾ ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. പള്ളിക്കച്ചവടക്കാരെ ചാട്ടവാറ് കൊണ്ട് അടിച്ചോടിക്കും, ക്രിസ്തുവെന്നിൽ പള്ളി കൊള്ളുന്നു സദാ. യുവാക്കൾ എന്നും ഉരുവിടേണ്ടതാണ്. പള്ളിക്കച്ചവടക്കാരെ ചാട്ടവാറ് കൊണ്ട് അടിച്ചോടിക്കും, ക്രിസ്തുവെന്നിൽ പള്ളി കൊള്ളുന്നു സദാ. അതാ യേശുവിൻ്റെ സ്വത്വേ. അനീതിക്കെതിരെ, തിന്മകൾക്കെതിരെ ചോദ്യം ചെയ്യേണ്ടടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്, നേരത്തെ തിരുമേനി പറഞ്ഞില്ലേ, നിങ്ങൾ ചോദിക്കണം, ആരോടായാലും ചോദിക്കണം. അത്തരത്തിൽ ചോദിക്കുന്ന അല്ലെങ്കിൽ അടിച്ചോടിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്വത്വം തേടാൻ നമ്മുടെ യുവാക്കൾക്ക് മറക്കുന്നിടത്താണ് സഹപാഠിയെ കോമ്പസ് വെച്ച് കുത്തിക്കീറിയിട്ട് അവിടെ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുന്ന അങ്ങേയറ്റം നീചമായ ക്രൂരമായ നടപടികൾ ഉണ്ടാകുമ്പോൾ എൻ്റെ പാർട്ടിയാണോ അത് ചെയ്തത് എന്ന് നോക്കിയിട്ടല്ല പ്രതികരിക്കേണ്ടത്. ഏത് പാർട്ടി ആയാലും അത് അനീതിയാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടാകുക എന്നുള്ളത് ഈ സ്വത്വം തേടലിൻ്റെ ബാക്കി പത്രമാണ്. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത്, പള്ളിക്കച്ചവടക്കാരെ ചാട്ടവാറ് കൊണ്ട് അടിച്ചോടിക്കും, ക്രിസ്തുവെന്നിൽ പള്ളി കൊള്ളുക. സാമൂഹിക യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് എത്രമാത്രം നമുക്ക് ഒളിച്ചോടാൻ പറ്റും? നിങ്ങൾ വലിയൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. ആ പദ്ധതിയുടെ എന്തിനാണ് ആ പദ്ധതി എന്ന് ഇവിടെ വിവരിക്കുന്നത് കേട്ടു. നിങ്ങൾ യുവജന പ്രവർത്തകരെല്ലാവരും കൂടി നമ്മുടെ കൊറോണ കാലത്തും നമ്മുടെ പ്രളയകാലത്തും ഒക്കെ ചെയ്ത, അല്ലെങ്കിൽ അവസാനം വയനാട് ദുരന്തത്തിലും ഒക്കെ നിങ്ങൾ കാട്ടിയ ധീരതയും പ്രവർത്തിക്കാൻ കാട്ടിയ ശേഷിയുമൊക്കെ അങ്ങേറ്റം അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. ആ ഒരു വഴിയിലല്ലാതെ നമുക്ക് ഏത് തരത്തിലുള്ള സ്വത്വത്തെയാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത്? അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊരു 3 കാര്യങ്ങൾ മാത്രം പറയാം, 3 സംഭവങ്ങൾ പറയാം. ഒന്ന് ഒരു കഥയാണ്. തൻ്റേതല്ലാത്ത കാരണത്താൽ എന്നാണ് കഥയുടെ പേര്. ഒരിക്കൽ മാതാപിതാക്കളും കൂടി ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ യുവാക്കളും മാതാപിതാക്കളുമുള്ള വേദിയിൽ പറയേണ്ട ഒരു കാര്യം കൂടി ആയതുകൊണ്ടാണ്. ഒരിക്കൽ ഭാര്യയും ഭർത്താവും കൂടി വഴക്കിട്ടു.
വഴക്ക് അങ്ങേ അറ്റത്തെത്തി. രണ്ടുപേരും പിരിയാൻ തീരുമാനിച്ചു. 13 വയസ്സുള്ള ഒരു മോനുണ്ട് അവർക്ക്. അവരുടെ സ്നേഹത്തിൻ്റെ സ്മാരകമായി വഴക്കടിച്ച രണ്ടുപേരും കൂടി തൊട്ടടുത്തുള്ള സ്നേഹാലയം എന്ന അനാഥ മന്ദിരത്തിൽ കൊണ്ട് അവനെ ആക്കി. രണ്ടുപേരും 2 സ്ഥലങ്ങളിലേക്ക് പോയി. ഇവൻ അനാഥാലയത്തിൽ ഒറ്റയ്ക്ക്. ഒരു ദിവസം പത്രം വന്നപ്പോൾ ആ പത്രത്തിൻ്റെ ക്ലാസിഫൈഡ് പേജിൽ ഒരു പരസ്യമുണ്ട്. തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തിയ യുവാവ് അനുയോജ്യരായ യുവതികളെ തേടുന്നു. ബ്രാക്കറ്റിൽ ഒരു പ്രത്യേക വാചകമുണ്ട്: മക്കളില്ലാത്തവർക്ക് മുൻഗണന. അവൻ ആ പത്രം താഴോട്ട് വായിച്ചു വരുമ്പോൾ വീണ്ടും ഒരു പരസ്യം കാണുകയാണ്. തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തിയ യുവതി അനുയോജ്യരായ യുവാക്കളെ തേടുന്നു. അതിലും ഒരു കണ്ടീഷനുണ്ട്: മക്കളില്ലാത്തവർക്ക് മുൻഗണന. അവൻ കണ്ണീർ ധാരധാരയായി ഒഴുകി. അവൻ്റെ അപ്പൻ്റെയും അമ്മയുടേതുമാണ് ആ പരസ്യമെന്ന് അവന് മനസ്സിലായി. കുറേ കരഞ്ഞു. പിറ്റേ ആഴ്ചത്തെ പത്രത്തിൽ അവിടുത്തെ ഡയറക്ടറോട് പറഞ്ഞിട്ട് അവനും ഒരു പരസ്യം കൊടുത്തു. തൻ്റേതല്ലാത്ത കാരണത്താൽ അനാഥനാക്കപ്പെട്ട 13 വയസ്സുകാരൻ അച്ഛനമ്മമാരെ തേടുന്നു. ബ്രാക്കറ്റിൽ ഒരു കണ്ടീഷനുണ്ട്: മക്കളുള്ളവർക്ക് മുൻഗണന, കാരണം എനിക്കിനിയും അനാഥനാകാൻ വയ്യ. നമ്മൾ വിശ്വാസത്തിൻ്റെ പരമകോടിയിലൊക്കെ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മളുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കുടുംബത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന അന്തരീക്ഷം എന്താണ്, നമ്മളുടെ കുടുംബങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന അന്തരീക്ഷം എന്താണ് എന്നൊക്കെയുള്ള അന്വേഷണം കൂടി ഇതിൻ്റെ ഭാഗമാണ് കേട്ടോ. ആ അന്വേഷണം കൂടെ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് നല്ല യുവാക്കളും നല്ല യുവതികളും നല്ല മക്കളും ഒക്കെ പുറത്തേക്ക് വരിക. രണ്ടാമത്തത് ഒരു ജീവചരിത്രമാണ്. നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ ലക്ഷ്മി എൻ മേനോൻ എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു, കേന്ദ്രമന്ത്രി. നെഹ്റു മന്ത്രിസഭയിൽ സഹമന്ത്രിയായിരുന്നു. ലക്ഷ്മി എൻ മേനോൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ കയ്യിലും കഴുത്തിലും കാതിലുമൊക്കെ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് അവൾ സ്കൂളിലേക്ക് പോവുകയാണ്. ലക്ഷ്മിയുടെ അച്ഛൻ പ്രശസ്തനായ ഒരു അധ്യാപകനാണ്. അച്ഛൻ വരാന്തയിൽ ഇരിപ്പുണ്ട്. ലക്ഷ്മിയുടെ പോക്ക് കണ്ടിട്ട് വിളിച്ചു: മോളെ ലക്ഷ്മി. അവളവിടെ നിന്നു. അവളോടൊരു ചോദ്യമാണ്, ആ അച്ഛൻ്റെ ഒരു ചോദ്യമുണ്ട്: മോളെ ലക്ഷ്മി, നിനക്ക് നിന്റെ കൂടെ ഇരുന്ന് പഠിക്കുന്ന, നിന്റെ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന മക്കൾക്ക്, കൂട്ടുകാരികൾക്ക് ഇതുപോലെ സ്വർണ്ണമാലയും കമ്മലും വളയും തളയും ഒക്കെ ഇട്ടു വരാനുള്ള സാമ്പത്തിക ശേഷിയുള്ളവരാണോ? 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനോട് അവളുടെ അച്ഛൻ ചോദിക്കുന്ന ചോദ്യമാണ്. ആ കുഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് കയറി തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന മുഴുവൻ ആഭരണങ്ങളും അഴിച്ച് വീട്ടിൽ വെച്ചു. 100ാം വയസ്സിൽ മരിക്കുന്നതുവരെ പിന്നെ ലക്ഷ്മി സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞിട്ടില്ല. ഇന്ത്യയെ കണ്ട ലക്ഷ്മി, ലോകത്തെ അറിഞ്ഞ ലക്ഷ്മി പിന്നെ ഒരിക്കലും ആഭരണങ്ങൾ അണിഞ്ഞിട്ടില്ല. ഇത് നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ചില പോസിറ്റീവ് സ്ട്രോക്കുകളാണ്. നിങ്ങളുടെ പെരുമാറ്റങ്ങളിലൂടെ നിങ്ങൾ മക്കളുടെ ഹൃദയത്തെ സ്പർശിക്കാൻ തയ്യാറല്ലെങ്കിൽ, നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നിങ്ങളുടെ മക്കളെ ഒന്ന് സ്പർശിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ, എങ്ങനെയാണ് നമ്മൾ സ്വത്വത്തിലേക്ക് എത്തുക? നിത്യേന പ്രാർത്ഥന, നിത്യേന പള്ളിപ്പോക്ക്, നിത്യേന ധ്യാനം, നിത്യേന കുമ്പസാരം എല്ലാം കഴിച്ചിട്ടും
നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒന്ന് സ്പർശിക്കുന്നില്ലെങ്കിൽ ആ തിരിച്ചറിവാണ് നമുക്കുണ്ട്. മൂന്നാമത്തെ ഒരു സംഭവത്തിലേക്ക് കൂടി ഞാൻ പോവുക. അത് ഒരു ആത്മകഥയാണ്. നമ്പി നാരായണൻ എഴുതിയ ആത്മകഥ ഓർമ്മകളുടെ ഭ്രമണപഥം എന്ന് പറയുന്നൊരു ആത്മകഥയുണ്ട്. അതിൽ മുഖ്യമന്ത്രി കാമരാജിൻ്റെ, തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കാമരാജിൻ്റെ ഉപദേഷ്ടാവായിരുന്ന സുന്ദരവേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. സുന്ദരവേലിൻ്റെ മകൻ, അവൻ്റെ പേര് വള്ളുവൻ എന്നാണ്. എല്ലാ ദിവസവും ചോറ് പൊതിയും കിട്ടി അവൻ സ്കൂളിലേക്ക് പോകും. തിരിച്ചു വരുന്നത് വല്ലാണ്ട് ക്ഷീണിച്ച് ഭക്ഷണമൊന്നും കഴിക്കാത്ത മട്ടിൽ അവൻ കുറേ ദിവസമായി വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പതിവായപ്പോൾ അമ്മ ചോദിച്ചു, മോനെ നീ എന്താ ഒന്നും കഴിക്കുന്നില്ലേ? ഇവിടുന്ന് ഭക്ഷണം കൊണ്ടുപോയിട്ട് കഴിക്കുന്നില്ലേ? ആ കുഞ്ഞു മനസ്സ് പറയുകയാണ്, കണ്ണീരിൽ കുതിർന്ന് നിന്ന് അമ്മയുടെ മുന്നിൽ നിന്ന് പറയുകയാണ്, എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഉച്ചഭക്ഷണത്തിനൊന്നുമില്ലമ്മേ, അതുകൊണ്ട് ഞാൻ എൻ്റെ ഭക്ഷണം എൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കുകയാണ്, ഞാൻ കഴിക്കാറില്ല. സുന്ദരവേൽ ഇത് ചെന്ന് കാമരാജനോട് പറഞ്ഞപ്പോഴാണ് തമിഴ്നാട്ടിൽ ആദ്യമായി താഴെ ക്ലാസ്സുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് മുഴുവൻ ഉച്ചഭക്ഷണം സൗജന്യമായി കൊടുക്കാൻ തീരുമാനമായത്. ഇതാ സ്വത്വം തേടൽ. നീ നിന്റെ വിശ്വാസത്തിൽ നിന്ന് സാമൂഹികപരമായ ജീവിതത്തിലെ കാഴ്ചകളിലേക്ക് നിന്റെ കണ്ണ് പായിക്കുമ്പോഴാണ് നമ്മൾ ഈ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ സ്വത്വത്തിലേക്ക് മടങ്ങി വരിക. സ്വത്വം എന്ന് പറഞ്ഞാൽ, സ്വത്വം തേടുക എന്ന് പറഞ്ഞാൽ നിരന്തരം നിത്യേന 24 മണിക്കൂറും ഇങ്ങനെ ബൈബിളും പ്രാർത്ഥനകളുമായിരിക്കുന്നതല്ല. അതിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് നമ്മൾ സമൂഹത്തിലേക്കൊരു നോട്ടമുണ്ടല്ലോ. നിങ്ങൾക്ക് ഒരു നേരത്തെ പട്ടിണി അകറ്റാൻ ഒരു കുമ്പിൾ അരി മോഷ്ടിക്കപ്പെടുമ്പോൾ തല്ലിക്കൊല്ലപ്പെടുന്ന അട്ടപ്പാടിയിലെ മധുമാരെ കുറിച്ച് ഓർക്കാൻ നിങ്ങൾക്ക് നേരമില്ലെങ്കിൽ നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് പിന്നെ ഓർക്കുക? കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ഗ്രാമങ്ങളിൽ വളരെ വ്യത്യസ്തമായ രൂപങ്ങളോടെ പിറന്നു വീഴുന്ന പൊന്നോമനകളെ ഇത്തിരി പോന്ന സർക്കാർ സഹായത്തിന് വേണ്ടി നെഞ്ചത്തും മുതുകത്തുമേന്തി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ സാധാരണ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്ത് അവിടെ നിന്ന് വന്ന് നിൽപ്പ് സമരം നടത്തേണ്ട ഗതികേടുള്ളൊരു സംസ്ഥാനത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ സ്വത്വത്തിലെത്തുക, യേശുവിൻ്റെ സ്വത്വത്തിലേക്ക് എത്തുക. നിങ്ങൾ ആ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുമ്പോൾ അവരെ ഒന്ന് കാണാൻ താഴേക്കിറങ്ങി വന്ന് അവരുടെ പ്രശ്നങ്ങളൊന്ന് കേൾക്കാൻ തയ്യാറാകുന്നിടത്താണ് എനിക്ക് ജോലിയാണ് പ്രധാനമെന്ന് ഏറ്റവും കരുതി ജീവിച്ചു പോകുന്നത്. നേരത്തെ തിരുമേനി പറഞ്ഞ് എന്നെ അത്ഭുതപ്പെടുത്തി. തിത്തോസ് തിരുമേനി ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണ്, നിങ്ങൾക്കൊരു വർഷം ഒന്ന് സേവനം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിൻ്റെയൊക്കെ അടിസ്ഥാനം ഇവിടെയാണ്. അത്തരത്തിൽ നമുക്ക് ചുറ്റുമുള്ള ഈ ചവിട്ടിയുണ്ടല്ലോ, നമ്മുടെ ഈ ചവിട്ടുതടിക്കയുടെ മറുപുറത്തുള്ള ആളുകളാണ് ഈ പറയുന്ന ഇത്തരത്തിലുള്ള കുറേ ആളുകൾ. ഈ ചവിട്ടുതടിക്കയുടെ മറുപുറത്തിരിക്കുന്ന ആളുകളെ ഒന്ന് കാണാൻ, ചവിട്ടുതടിക്കയുടെ പുറംവശത്ത് നിൽക്കുന്ന നമ്മളെ നോക്കാനല്ല, ചവിട്ടുതടിക്കയുടെ മറുപുറത്തുള്ള ആളുകളെ ഒന്ന് കാണാൻ. യേശു ആൾക്കൂട്ടത്തിലൂടെ നടന്നു പോകുമ്പോഴല്ലേ പറഞ്ഞത്, എന്നെ ആരോ തൊട്ടു. എന്തൊരു തൊടലാ അതൊന്നും ആലോചിച്ച് നോക്കണം. ആളുകളെല്ലാം തിങ്ങി മുട്ടി പോവുകയാണ്. അതിനിടയിലാ പറയുന്നത് എന്നെ ആരോ തൊട്ടു. ഈ ഒരു തൊടലുണ്ടല്ലോ, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നുള്ള ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇത്തരത്തിലുള്ള സാമൂഹിക കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോഴാണ്, നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ ഒന്ന് നോക്കുമ്പോഴാണ്, അത്തരത്തിലുള്ള സാമൂഹിക വ്യവസ്ഥകളോട് നമ്മളൊന്ന് ഉറക്കെ സംസാരിക്കുമ്പോഴാണ്. അതിനെൻ്റെ രാഷ്ട്രീയവും എൻ്റെ മതവും എൻ്റെ സംഘടനയും ഒന്നുമല്ല പ്രശ്നം, മനുഷ്യനാണ് പ്രശ്നം. ആ മനുഷ്യത്വത്തെ നോക്കി നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമ്പോഴാണ് നിങ്ങൾ യേശുവെന്ന അനീതിക്കെതിരെ പോരാടിയ, വിപ്ലവം നയിച്ച ആ മനുഷ്യൻ്റെ സ്വത്വത്തിലേക്ക് വളരാൻ പോകുന്നത്. അവിടെയാണ് ഇതിൻ്റെ വ്യത്യാസം.
ആ വ്യത്യാസമാണ് നമ്മളെപ്പോഴും ആലോചിക്കേണ്ട കാര്യവും. മദർ തെരേസയോട് പത്രക്കാരൻ ഒരിക്കൽ ചോദിച്ചില്ലേ, പത്രക്കാരെല്ലാം കൂടെ ചോദിച്ചു, മദർ വാട്ട് ആർ യു ഡൂയിങ്? മദർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വശത്ത് ഒരു വഴിയരികിൽ ഒരു മനുഷ്യൻ കിടക്കുകയാണ്. നിങ്ങൾ ഈ തെരുവിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ്. മദർ ആ മനുഷ്യൻ്റെ അടുത്ത് ചെന്ന് ആ മനുഷ്യനെ ഒന്ന് മടിയിൽ വെച്ച് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ മനുഷ്യൻ മരിച്ചു. മദറിനോട് ചോദിച്ചപ്പോഴുള്ള മറുപടി, മദർ നിങ്ങൾ എന്താണ് ഈ തെരുവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മദറിൻ്റെ മറുപടി, ഞാൻ മരിക്കുന്നതിന് മുമ്പ് ആ മനുഷ്യനെ ഒന്ന് ചിരിക്കാൻ സഹായിക്കുകയായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് ആ മനുഷ്യനെ ഒന്ന് ചിരിക്കാൻ സഹായിക്കുകയായിരുന്നു. പറ്റുമോ? നമുക്ക് പറ്റുമോ? അതല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ. സ്വാമി വിവേകാനന്ദനോട് ശ്രീരാമകൃഷ്ണ പരമഹംസൻ, സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ? അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞു, ഉവ്വ് ഞാൻ കണ്ടിട്ടുണ്ട്. വിവേകാനന്ദൻ അത്ഭുതപ്പെട്ടു പോയി. വിവേകാനന്ദൻ ചോദിച്ചു, എവിടെ? ഇപ്പോഴും കാണുന്നു എന്നാണ് പരമേശ്വരൻ പറയുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കാണുന്നു. വിവേകാനന്ദൻ ചോദിച്ചു, എവിടെ? പരമഹംസരുടെ മറുപടി, നിന്റെ കണ്ണുകളിൽ ഞാൻ ദൈവത്തെ കാണുന്നു എന്ന മറുപടി. നമ്മുടെ സഹോദരങ്ങളുടെ, നമ്മളോടൊപ്പമുള്ളവരുടെ, നമ്മുടെ സഭയുടെ അപ്പുറത്തുള്ളവരുടെ ഒക്കെ കണ്ണുകളിൽ, നിങ്ങളുടെ അയൽവക്കങ്ങളിലുള്ളവരുടെ കണ്ണുകളിൽ ദൈവത്തെ കാണുന്നവരാണോ? അതാ ചോദ്യം, അതാ സ്വത്വം. പണ്ടൊരു വിശ്വാസി പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചില്ലേ, ദൈവമേ ഞാൻ പള്ളിയിലേക്ക് പോവുകയാണ്, വന്നിട്ട് കാണാം. ഇത് അവിടെയല്ല ഇരിക്കുന്നതെന്നുള്ള ചില ബോധ്യങ്ങളുണ്ട്. അങ്ങനെ ബോധ്യങ്ങളുള്ള മനുഷ്യരുണ്ട്. അവിടെയല്ല ഇരിക്കുന്നത്, എൻ്റെ ഹൃദയത്തിലാണ് വാഴുന്നത്. ആ സ്വത്വമാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ പേറുന്നത് എന്നുള്ള അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തിനാണ് വിശ്വാസം എന്ന് പറയുക. ആ വിശ്വാസം നമുക്കുണ്ടോ? ആ വിശ്വാസത്തിലേക്കാണോ യുവജനങ്ങൾ എന്നുള്ള നിലയിൽ നമ്മൾ വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ 90-ാം വർഷം ആഘോഷിക്കുന്നതിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങുമ്പോൾ തന്നെ, നിങ്ങൾ 90 പേരിൽ നിന്ന് മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുമ്പോൾ തന്നെ, ഇത്തരം ചില ചോദ്യങ്ങളിലേക്ക് മടങ്ങി വരാനായിട്ടുള്ള ഒരവസരമായി കൂടി ഈ 90-ാം വർഷത്തെ നമ്മൾ കാണണം. അവിടെയാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത്. രവീന്ദ്രനാഥ് ടാഗോർ പറയുന്ന വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. അത് നമ്മളെക്കുറിച്ചാണ്, വിശ്വാസികളെക്കുറിച്ചാണ്. ടാഗോർ പറയും, ദൈവത്തിൻ്റെ പാദങ്ങളിൽ അർപ്പിക്കാൻ പുഷ്പങ്ങളുമായി ദേവാലയത്തിൽ പോകരുത്. വളരെ പ്രകോപനമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞു വയ്ക്കുന്നത്. സ്വത്വവുമായി വളരെ അടുത്ത് നിൽക്കുന്ന കാര്യം കൂടിയാണ്. ദൈവത്തിൻ്റെ പാദങ്ങളിൽ അർപ്പിക്കാൻ പുഷ്പങ്ങളുമായി നിങ്ങൾ ദേവാലയത്തിൽ പോകരുത്. ആദ്യം നിന്റെ സ്വന്തം ഭവനത്തിൽ സ്നേഹത്തിൻ്റെ സുഗന്ധം പരത്തൂ. ആദ്യം നിന്റെ സ്വന്തം ഭവനത്തിൽ സ്നേഹത്തിൻ്റെ സുഗന്ധം പരത്തൂ. ദൈവത്തിൻ്റെ അൾത്താരയ്ക്ക് മുന്നിൽ മെഴുകുതിരി കത്തിക്കാനായി പോകരുത്. ആദ്യം പാപപങ്കിലമായ നിന്റെ ഹൃദയത്തിലെ ഇരുട്ട് മാറ്റൂ. പാപപങ്കിലമായ നിന്റെ ഹൃദയത്തിലെ ഇരുട്ട് മാറ്റൂ. തല കുമ്പിട്ട് നിന്ന് പ്രാർത്ഥിക്കാനായി ദേവാലയത്തിൽ പോകരുത്. ആദ്യം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്രശിരസ്കരാകാൻ പഠിക്കൂ. വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത് ദേവാലയങ്ങളിലല്ല കേട്ടോ. വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത് ചന്തകളിലാണ്. നീ ഒരു യേശുവിൻ്റെ അനുയായിയാണെന്ന് പരീക്ഷിക്കപ്പെടുന്നത് നീ പുറത്തേക്കിറങ്ങുമ്പോഴാണ്, ചന്തകളിലാണ്. ദേവാലയത്തിനുള്ളിൽ മാരാമൺ കൺവെൻഷനിൽ എല്ലാവരും വിശുദ്ധരാ. നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നിന്റെ തനി സ്വരൂപം കാണുക. അതാ പറയുന്നത്, നമ്രശിരസ്കരാകാൻ പഠിക്കൂ. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാനായി ദേവാലയത്തിൽ പോകരുത്. ആദ്യം നിരാലംബരെ കൈപിടിച്ചുയർത്തൂ.
സ്വന്തം പാപങ്ങൾ പൊറുക്കാനായി ദേവാലയത്തിൽ പോകരുത്. ആദ്യം നിങ്ങളോട് പാപം ചെയ്തവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കൂ. ഇത്രയും മതി. രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞ ഈ 6 വരികൾ മാത്രം മതി സ്വത്വത്തെ തേടാൻ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. യേശുക്രിസ്തു നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന സ്വത്വം എന്ന് പറയുന്നത് ഇതാണ്. ഇതാകണം നമ്മുടെ സ്വത്ത് എന്നുള്ളതാണ് പ്രധാനം. അല്ലാതുള്ള എല്ലാ വിശ്വാസ പ്രമാണങ്ങളും അസ്ഥാനത്താണ് കേട്ടോ. നിനക്ക് ഈ പറയുന്നത് പോലെ മഞ്ഞിൻ്റെ കണ്ണിൽ ദൈവത്തെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞ യേശുവിനെ എങ്ങനെയാണ് നിങ്ങൾ സ്നേഹിക്കാൻ പോകുന്നത്? അപ്പം അവിടെയാണ് ഇത്തരത്തിലുള്ള ചില കൺഫ്യൂഷൻ മാത്രമേ നമുക്കുള്ളൂ. നിങ്ങൾ ഇന്നിൻ്റെ ആ ജീവിതത്തിൽ ജീവിക്കുക. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിച്ച് എത്രമാത്രം നന്മകൾ ചെയ്യാൻ പറ്റുമോ അവൻ നന്മകൾ ചെയ്ത് കടന്നുപോയി എന്നാ പറയുക. നിങ്ങൾക്കാകുന്ന വിധത്തിലുള്ള നന്മകൾ ചെയ്ത് കടന്നു പോകാനാകുമോ? അതാണ് നമ്മുടെ മുന്നിലുള്ള സ്വത്വ പ്രതിസന്ധി എന്നൊക്കെ പറയുന്നത്. ദൈവത്തെ ചിരിപ്പിക്കാൻ എന്ത് ചെയ്യണം? അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ദൈവത്തെ ചിരിപ്പിക്കാൻ എന്ത് ചെയ്യണം? സ്വത്വ പ്രതിസന്ധി ഇല്ലാത്തവർ പറഞ്ഞാൽ മതി. ദൈവത്തെ ചിരിപ്പിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ നാളത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ മതി. ദൈവത്തോടെ നാളത്തെ പരിപാടി എന്താ എന്ന് പറഞ്ഞാൽ മതി. ആ പുള്ളിക്കറിയാം നിങ്ങൾ നാളെ ഉണ്ടാവില്ല എന്ന്. ഇനി പൊട്ടിച്ചിരിപ്പിക്കാനോ ദൈവത്തെ? വളരെ എളുപ്പമാണ്. അടുത്ത നിമിഷത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ മതി. പുള്ളി പറഞ്ഞ് വല്ലാണ്ട് പൊട്ടിച്ചിരിക്കും. അത്രമാത്രമുള്ള പി രാമേന്ദ്രൻ ലളിതമെന്ന് പറയുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഇവിടെയുണ്ട് ഞാനെന്നറിയിക്കുവാൻ മധുരമാം ഒരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നതിന് ഒരു ചെറു തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയും ഉണ്ടാകുമെന്നതിനു സാക്ഷ്യമായി അടയിരുന്നതിന് ചൂട് മാത്രം മതി. ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ. അത്രേ ഉള്ളൂന്നേ. അത്രമാത്രമുള്ള നമ്മുടെ കൊച്ചു ജീവിതത്തെയാണ് നമ്മൾ സ്വത്വ പ്രതിസന്ധി വെച്ച് ജീവിച്ച് എങ്ങനെ ജീവിക്കുമെന്ന് പറഞ്ഞ് നടക്കുന്നത്. ഒരു സ്വത്വ പ്രതിസന്ധി നമുക്കില്ല. നിങ്ങളുടെ വിശ്വാസം നേരായ വഴികളിലൂടാണെങ്കിൽ, വേരിലേക്കാണെങ്കിൽ, ഈ മുന്തിരിച്ചെടിയുടെ ശാഖകളായി വസിക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഒരു സ്വത്വ പ്രതിസന്ധിയും നിങ്ങൾക്ക് ഉണ്ടാകാനില്ല. സച്ചിദാനന്ദൻ നടക്കൂ നടക്കൂ എന്ന് പറയുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട്. മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് നിറങ്ങളുമായി നടക്കൂ. മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് നിറങ്ങളുമായി നടക്കൂ. നീയാകുന്നു ശില്പി, നീ തന്നെ ശില്പവും. നീയാകുന്നു ശില്പി, നീ തന്നെ ശില്പവും. നിന്നാൽ മറിഞ്ഞു വീഴും, നിൽക്കാതെ നടക്കൂ. കൊട്ടാരം വിട്ട ബുദ്ധനെ പോലെ, കാൽവരിയിലേക്ക് നടക്കുന്ന യേശുവിനെ പോലെ, ദണ്ഡിയിലേക്ക് നടക്കുന്ന ഗാന്ധിജിയെ പോലെ. കൊട്ടാരം വിട്ട ബുദ്ധനെ പോലെ, കാൽവരിയിലേക്ക് നടക്കുന്ന യേശുവിനെ പോലെ, ദണ്ഡിയിലേക്ക് നടക്കുന്ന ഗാന്ധിയെ പോലെ നടന്നുകൊണ്ടേയിരിക്കൂ. നിൽക്കാതെ തിരിഞ്ഞു നോക്കാതെ നടന്നുകൊണ്ടേയിരിക്കൂ. ഈ നടപ്പാണ് സ്വത്വത്തിലേക്കുള്ള എളുപ്പവഴി. ആ സ്വത്വത്തിലാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയം. ആ വിജയത്തിൽ ഒരു നിമിഷമെങ്കിൽ, ഏതാനും നിമിഷങ്ങൾ എന്തൊക്കെയോ പറയാൻ എനിക്കും അവസരം തന്നതിന്, എന്നെ ഈ വേദിയിലേക്ക് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കൊണ്ടുവരാനായിട്ട് തുടക്കക്കാരൻ ജോബിൻ കരവാളൂരാണ്. അതിനുശേഷം തീത്തോസ് തിരുമേനിയുമായിട്ടുള്ള എനിക്ക് നേരത്തെ അടുപ്പമുണ്ട്. അതൊക്കെ ആകാം. എന്തായാലും ഇത്രയും കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തന്ന അവസരത്തിന് ഞാൻ നന്ദി പറയുകയാണ്. മരിക്കാതിരിക്കാൻ മരുന്നുണ്ട് കേട്ടോ. മരിക്കാതിരിക്കാൻ മരുന്നുണ്ട് കേട്ടോ. മരിക്കാതിരിക്കണേൽ ക്രിസ്തുവിൽ ജനിച്ചുകൊണ്ടിരിക്കണം. മരിക്കാതിരിക്കണേൽ ക്രിസ്തുവിൽ ജനിച്ചുകൊണ്ടിരിക്കണം. മരിക്കാതിരിക്കണേൽ ക്രിസ്തുവിൽ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കണം. നന്ദി, നമസ്കാരം.